വെലാശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 61ാം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷവും നവീകരണ EMS സ്മാരക കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA നിർവഹിച്ചു. വേലാശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 61ാം വാർഷികാഘോഷം വേലാശ്വരം ഫെസ്റ്റ 2K26 വിവിധ പരിപാടികളോടെയാണ് നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനവും നവീകരിച്ച EMS സ്മാരക കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനവും വിശ്വഭാരതി UAE കമ്മിറ്റി ഏർപ്പെടുത്തിയ കാവേരിയമ്മ സ്മാരക സ്കോളർഷിപ്പ് വിതരണവും M രാജഗോപാലൻ MLA നിർവഹിച്ചു. സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം സ്വതന്ത്ര മനുഷ്യരാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ എന്ത് നാടകം കാണണം, ഞാൻ എന്ത് കവിത രചിക്കണം, ഞാൻ ഏത് സിനിമ കാണണം, ഏത് സിനിമ രചിക്കണം, ഏത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നെല്ലാമുള്ള അധികാരാവകാശങ്ങളുള്ള പൗരന്മാരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇന്ത്യ എന്ന മതേതര രാഷ്ട്രത്തിൽ, ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇന്ത്യ ഭരിക്കുന്ന വലതുപക്ഷ വർഗീയ ഭരണ പിന്തിരിപ്പൻ ശക്തികൾ അവർക്ക് അനുസൃതമായ രീതിയിൽ ഇവർക്കൊരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ചാതുർവർണ്ണയത്തിൽ അധിഷ്ഠിതമായ മനുസ്മൃതിയുടെ പ്രത്യയശാസ്ത്രമാണ്. അവിടെ സ്ത്രീക്ക് തുല്യത കൽപ്പിക്കുന്നില്ല. കാരണം സ്ത്രീ സമൂഹത്തിൽ രണ്ടാം തട്ടിൽപ്പെട്ടവരാണ് അവരുടെ ദൃഷ്ടിയിൽ. കാരണം ചാതുർവർണ്ണയ സിദ്ധാന്തമാണ്, മനുസ്മൃതിയാണ് അവരുടെ പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന് അനുരോധമായി സാംസ്കാരിക രംഗത്ത് രൂപപ്പെടുത്തിയെടുക്കുകയാണ്. സാംസ്കാരിക രംഗത്ത് അത്യന്തം അപകടകരമായ രീതിയിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന മത തീവ്രവാദം അഥവാ ഹിന്ദുത്വം, അതിനെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അവർ അനുശാസിക്കുകയാണ്. ചടങ്ങിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ K സബീഷ്, അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ PK മഞ്ജിഷ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K ബിന്ദു, അജാനൂർ പഞ്ചായത്ത് മെമ്പർ KV സുകുമാരൻ എന്നിവരെ CPIM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജ്മോഹൻ അനുമോദിച്ചു. സംഘാടക സമിതി ചെയർമാൻ ഷനിൽകുമാർ സ്വാഗതവും സംഘാടക സമിതി വൈസ് ചെയർമാൻ അജയൻ PV നന്ദിയും പറഞ്ഞു. തുടർന്ന് നൃത്തസന്ധ്യ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.